നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂരാണ്, പുതുവാദ്യാർമഠം കൊട്ടാരം. ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ. ദേശീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇന്നലെ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചു. മാത്രമല്ല, ഭാരതീയ ഹിന്ദു ലീഗ് ഇനി മുതൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഒരു കൂട്ടായ്മ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, ഹിന്ദുക്കൾ, വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദുക്കൾ, ചെറുമൻ, പണിയൻ, നായർ, നമ്പൂതിരി തുടങ്ങി കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ഹിന്ദു തുടങ്ങിയ ആളുകളൊക്കെയാണ് ഇതിൽ. അപ്പൊ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. സന്യാസി വര്യന്മാരെയും ജാതി സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് അതിലെ അവശ്യ വിഭാഗങ്ങളെ സാമ്പത്തികമായും അല്ലാതെയും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, മദ്യത്തിന്റെ ദൂഷ്യവശത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ തുടങ്ങി ഹിന്ദുക്കളുടെ മുന്നേറ്റം തന്നെ. ഇത് നിലമ്പൂര് LIC ഓഫീസിന്റെ അടുത്താണ് ഇതിന്റെ കാര്യാലയം. നിലമ്പൂര് കോവിലകത്ത് മുറിയാണ് ഇതിന്റെ ആസ്ഥാന മന്ദിരം വരുന്നത്. ഇപ്പോ കേരളത്തില് ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന അവർക്ക് വേണ്ടി വാദിക്കാൻ അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ ഒരു പാർട്ടി സത്യത്തിൽ എന്ന് പറയുന്ന ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്, അതുപോലെ തന്നെ മതപരമായിട്ടുള്ളതോ സാമുദായികമായിട്ടുള്ളതോ ആയിട്ടുള്ള സന്തുലിതാവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നണി ചിലപ്പോ കേരളത്തിൽ BJPയുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട്, അതായത് നമ്മളുടെ ആശയമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു തുടങ്ങി. പിന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലീഗൽ ടീമിനെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെബീർ നിലമ്പൂര്, അയാളാണ് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ. പിന്നെ മെമ്പർഷിപ്പ് 173 പേരാണ് ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തത്. അത് കഴിയുന്നതും ഞങ്ങൾ ഒരുവിധ നിർത്തിനെ മദ്യപിക്കുക, കാരണം മദ്യത്തിന്റെ ആ ബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും ഒരു പാർട്ടി പറയട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ആരും BJP ഒന്നും പറയില്ല, കാരണം മരിച്ചാലും ജനിച്ചാലും എന്തിനും വേണം മദ്യം. അപ്പൊ ഇത് സഹികെട്ട കുറെ കുടുംബങ്ങളുണ്ട്, സ്ത്രീകൾ കുടുംബത്തെ. അപ്പൊ അവരെങ്കിലും നമ്മളോടൊരു കരുണ കാണിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് കൂടെ കൂടും. അത് ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത്. അത് പറയാതെ വയ്യ. മുസ്ലിംസും ക്രിസ്ത്യാനും കണ്ടുപിടിക്കില്ല എന്നല്ല എന്റെ അർത്ഥം. പക്ഷെ ഹിന്ദുക്കളെ റോഡ് കൂടി തെറ്റി നടക്കുന്ന ആളുകൾ, പാവങ്ങൾ, ഭിക്ഷക്കാരാവട്ടെ, തിരുവനന്തപുരത്ത് ചുല്ലൂർ കിടക്കുന്നതാവട്ടെ, എവിടെ നോക്കുന്നവരും എല്ലാ ഹിന്ദുക്കളാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? അഥവാ ആരെങ്കിലും വല്ല മൊക്കനിട്ടിട്ട് ഒരു അമ്മ വീട് നടക്കുന്നത് ഹിന്ദുവാണ്, അത് ഒരിക്കലും ഒരു മുസ്ലിം അല്ല. കാരണം എന്താണ്? മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മഹലുണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, കൂട്ടായ്മയുണ്ട്, ആൾബലമുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സഭയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വിദേശ പണവുമുണ്ട്. ക്രിസ്ത്യൻ മതപരിവർത്തനം എവിടെയുണ്ടെങ്കിലും, അത് മലപ്പുറം ജില്ല മാത്രമല്ല, കേരളം മാത്രമല്ല, ഏത് സംസ്ഥാനമാണെങ്കിലും ഒരുത്തനെയും വെറുതെ വിടില്ല പാസ്റ്റർമാരെ. കാരണം മതം മനുഷ്യന്റെ സ്വകാര്യതയാണ്. അത് മാറാനുള്ളതുമല്ല, മാറ്റാനുള്ളതുമല്ല. ഗർഭാപസി തീർച്ചയായിട്ടും ഇവിടുന്ന് മതം മാറിപ്പോയ ഒരുവിധ ഹിന്ദുക്കളെയും തിരികെ ഭാരതീയ ഹിന്ദു ലീഗ് തിരികെ കൊണ്ടുവരും. ഒരു പൊരുത്തക്കേട് എന്താ? പൊരുത്തക്കേട് വരാൻ തയ്യാറുള്ള ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണല്ലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൊണ്ടുവന്നത്. ഭരണഘടനയെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനയിൽ ചില നിയമാവലികളും കാര്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ തെറ്റാണ് എന്ന് പറയാം. അങ്ങനെ തോന്നുന്നു നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്. വർഗീയ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കൂ, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. സമാധാനം, ശാന്തി, സമാധാനം ഒക്കെ പലരും പറയും. പക്ഷെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെയും വർഗീയതയുണ്ട്, ഓരോരുത്തരും മതമുണ്ട്, ഓരോരുത്തരും ജാതി സ്പിരിറ്റ് ഉണ്ട്, ഇല്ലേ? ഇതൊന്നുമില്ലാത്ത കുറെ പാവപ്പെട്ടവരുണ്ട് മനുഷ്യർ, ഹിന്ദുക്കളിൽ. അതറിയോ? അതറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം. ഞാൻ 16 വർഷമായിട്ട് ചാരിറ്റി മേഖലയിൽ, ട്രൈബൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അവരെ സഹായിക്കാൻ എന്ന വ്യാജേനെ അവരെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
നിലമ്പൂർ മണ്ഡലത്തിൽ എത്ര കോളനികളാണ്. നല്ലന്തണ്ണി, മുതി, കൊട്ടുപാറ, പെരുമ്പാടം, പെരുമ്പത്തൂർ, വടപ്പുറം, പാടിക്കുന്ന്, കൽപ്പണം, ഉച്ചപ്പുറം തുടങ്ങി ഒരുപാട് കോളനികളാണ് പാസ്റ്റർമാർ കയറി ഇറങ്ങുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്താ ആവശ്യത്തിനാണ്? അവരുടെ സംസ്കാരം ആചാരത്തെ ജീവിച്ചൂടെ? ഇതേപോലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്താ അവിടെ എല്ലാവരും ഓടി വന്ന് ഞാൻ എന്റെ 2-3 സുഹൃത്തുക്കൾ, 6 സുഹൃത്തുക്കള്, സിറാജ്, റിയാസ്, ഇതൊക്കെയാ സുഹൃത്തുക്കള്. അവിടെ മതമുണ്ടോ, ജാതിയുണ്ടോ? ആരും ആരെയും മേലെ അതിന് ചെയ്ത് അത്രേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ആരെയും ഉപദ്രവിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥത്തൊക്കെ ഒരു വ്യക്തി മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് ചോദിക്കുമ്പോൾ 4 കല്യാണം കഴിക്കാൻ, 3 കല്യാണം കഴിക്കാകുമ്പോൾ അതിന് 15 കുട്ടികളാവാം, 20 കുട്ടികളൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് ജനങ്ങൾ കൂടില്ലേ. ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഒരേ ഒരു കല്യാണം മാത്രമേ പാടുള്ളൂ. വർദ്ധിക്കുന്നതും പ്രശ്നം തന്നെയാണ്. അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ പരമാവധി മാറ്റുക, പാകിസ്ഥാൻ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.